വേതനം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റുമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി. ഇതോടെ കേരളത്തിൽ ഫ്ലിപ്കാർട്ട് ഓർഡറുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു. ₹15.50 ഇതുവരെ ഒരു ഓർഡർ കൈമാറുമ്പോൾ ഡെലിവറി ഏജന്റിന് ഫ്ലിപ്കാർട്ട് നൽകിയിരുന്നത്. ഇനി മുതൽ ഒരു ഓർഡറിന് ₹13.50 നൽകുക. ഫ്ലിപ്കാർട്ട് മാനേജ്മെന്റിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത്. 6 വർഷങ്ങൾക്ക് മുൻപ് ഡെലിവറി ഒന്നിന് ₹21 ഘട്ടം ഘട്ടമായി കുറച്ചാണ് നിലവിലെ തുകയിൽ എത്തി നിൽക്കുന്നത്. അന്ന് പെട്രോളിന്റെ വില 80-ൽ താഴെ, ഇന്നാകട്ടെ 100-ന് മുകളിൽ. വേതനം വെട്ടിക്കുറച്ചതോടെ കുടുംബം പോറ്റാൻ ബൈക്കുമായി ഇറങ്ങിയ ഡെലിവറി ഏജന്റുമാർ പെരുവഴിയിലായി. 15.50 എന്നുള്ളത് മാറ്റി 13.50 ആയപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല. ഈ മഴയത്തും വെയിലത്തും എല്ലാം നമ്മൾ ഓടിയിട്ട് നമ്മളെ കുടുംബത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പെട്രോൾ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. 97 രൂപ പെട്രോൾ റേറ്റ് ഉണ്ടായിരുന്നപ്പോൾ കയറിയ വ്യക്തിയാണ് ഞാൻ. ഇപ്പം 107 ആയി. അപ്പോൾ എന്നിട്ട് പോലും പീസ് റേറ്റ് നമുക്ക് കൂടുന്നില്ല. അവർക്കുള്ള ശമ്പളം കൂടുന്നുണ്ട്, നമുക്ക് കൂടുന്നില്ല. നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും അവർ എന്ത് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എതിരാളികളായ ആമസോൺ അടക്കം ഡെലിവറി ഏജന്റുമാർക്ക് 17 രൂപ നൽകുമ്പോഴാണ് ഫ്ലിപ്കാർട്ട് മാനേജ്മെന്റിന്റെ നടപടി. ഇവർ ആദ്യം പ്രോമിസ് ചെയ്യുന്നത് 70 പീസ് 80 പീസൊക്കെ പ്രോമിസ് എന്ത് ചെയ്യുന്നത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഹബ്ബിൽ പോയി കഴിഞ്ഞാൽ തരുന്ന പീസ് എന്ന് പറയുന്നത് 30 പീസ് 40 പീസേ കാണത്തുള്ളൂ. 50 പീസൊക്കെ വളരെ റെയറാണ്. അപ്പോൾ നമുക്ക് പീസ് എന്ത് ചെയ്യുക വളരെ കുറച്ചാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസും കുറയുന്നുണ്ട്, ഇതിൻ്റെ എമൗണ്ടും കുറയുമ്പോഴത്തേക്കും നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്കിത് നിലവിലുള്ളത്. ESIയും PFും അടക്കം ഡെലിവറി ഏജന്റുമാരെ പരിരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എങ്ങും എത്തിയില്ല. ഫ്ലിപ്കാർട്ട് മാനേജ്മെന്റ് നടപടിക്കെതിരെ തൊഴിലാളികൾ ലേബർ കമ്മീഷണർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.